വാട്സപ്പിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന രണ്ട് ഫീച്ചറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വാട്സപ്പിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വോയിസ് മെസ്സേജ് വന്നു. ആ ഒരു വോയിസ് മെസ്സേജ് നമ്മളിപ്പോൾ ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് അവരും കൂടെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഒരു വോയിസ് മെസ്സേജിനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആ വോയിസ് മെസ്സേജിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ട്രാൻസ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താണെങ്കിൽ ആ ഒരു ഓഡിയോയെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിലുള്ള സമയത്ത് ആ ഒരു വോയിസ് മെസ്സേജിന്റെ കണ്ടന്റ് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്ഷൻ എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കിപ്പോൾ ഒരു ഓഡിയോ മെസ്സേജ് ഇംഗ്ലീഷിൽ വന്നതാണെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇംഗ്ലീഷിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റീജിയണൽ ലാംഗ്വേജസിലേക്ക് ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് നമുക്കിപ്പോൾ വാട്സപ്പിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഓള്, അൺറെഡ്, ഫേവറേറ്റ്, ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടെ ഒരു പ്ലസ് ഐക്കൺ കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വർക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു വർക്കിലേക്ക് നമുക്ക് ഏതൊക്കെ പീപ്പിളാണ് ഉള്ളത് അവരെ ആഡ് ചെയ്യാം. ഇനി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം വർക്ക് അല്ലെങ്കിൽ പേഴ്സണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.